നമുക്കുണ്ടല്ലോ ഈ വറുത്ത അരിപ്പൊടി ഇല്ലേ, നമ്മൾ വീട്ടിലൊക്കെ അപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്നത് ആ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകാനൊക്കെ നിൽക്കുന്നൊക്കെ ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കി ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പം അന്ന് തന്നെ രാവിലെ ഇടണമെന്നൊന്നുമില്ല, നമുക്ക് തലേന്നാണെങ്കിലും അതുപോലെ ഫേസിലിട്ട് നമുക്ക് കളയുവാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും, നല്ലൊരു ബ്രൈറ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മൾ സ്കിന്നിലൊക്കെ ചുളിവുകൾ വീഴാതിരിക്കാനൊക്കെ ആയിട്ടും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ്. ടാനും മാറും, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇല്ലേ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണോളം ഈ വറുത്തരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ തേക്കാട്ടോ, കാരണം വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും വരത്തില്ല. അപ്പം ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിന് ഇത് നന്നായിട്ട് ഫേസിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കരിവാളിപ്പൊക്കെ മാറും കേട്ടോ. അപ്പം ഒരു സ്പൂണോളം മുട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിത് 1 സ്പൂണോളം വരുന്ന രീതിയിൽ ശർക്കരയുടെ പൗഡറായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ മുൾട്ടാണി മിട്ടിയുടെ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി ഓൺലൈനിൽ കയറി വാങ്ങുവാണെങ്കിൽ നല്ല ലാഭത്തിന് മുൾട്ടാണി മിട്ടി കിട്ടും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് നല്ല ലാഭമാണ്. അപ്പം വേണമെന്നുള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറി വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചേർത്തേക്കുന്നത് ഒരു തുള്ളി അല്ല 2 സ്പൂണോളം പാലാണ് ചേർത്തേക്കുന്നത്. അപ്പം പാലല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും സ്കിന്ന് നല്ല രീതിയിൽ വൈറ്റ് ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് നിങ്ങളുടെ വീട്ടിലെയും റോസ് വാട്ടർ ഇപ്പുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു ഒരു പ്രത്യേക ഒരു ഗ്ലോ കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഏത് ഫേസ് പാക്ക് നമ്മൾ ഇടുന്നോ ഈ പ്രായമായി വരുന്നതിൻ്റെതായ രീതിയിൽ നമുക്ക് സ്കിന്നിൽ ചുളിവുകളൊക്കെ വീണ് തുടങ്ങാം. അപ്പം നമുക്ക് ഈ ഗ്ലിസറിൻ ഒരു 1-2 തുള്ളി ചേർത്ത് നമ്മൾ ഫേസ് പാക്കിലാണെങ്കിലും ഒക്കെ നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സ്കിന്ന് നല്ല ഒരു തിളക്കം കിട്ടും. ഈ സാധാരണ നമ്മൾ ഈ ഫേസ് ക്രീമുകളിലും ഷാമ്പൂലൊക്കെ ഗ്ലിസറിൻ നിങ്ങൾ കണ്ടിട്ടില്ല, ബാക്കിൽ ഗ്ലിസറിൻ ചെയ്തേക്കുന്നത് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് നല്ലതാണ് ഗ്ലിസറിൻ. അപ്പം ഈ ഗ്ലിസറിൻ നിങ്ങളൊരു 1-2 തുള്ളി മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം ഇത് നമ്മളിങ്ങനെ ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കി ഇടുവാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നമുക്ക് ഈ മുരിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അപ്പം അങ്ങനെയുള്ള സ്കിന്നിനൊക്കെ നമ്മൾ ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഈ ഫേസ് പാക്കിലുണ്ടല്ലോ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടില്ലേ, അരിപ്പൊടി ചേർത്തേക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ചെറിയ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അങ്ങോട്ട് ഇളകി പോരും ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റിന് മുകളിൽ നേരം വെക്കണ്ട. കാരണം സ്കിന്ന് ഡ്രൈ ആയി നമ്മൾ ഏത് പാക്ക് ഇട്ടാലും സ്കിന്ന് അധികം നേരം ഡ്രൈ ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിനൊക്കെ തൊട്ട് മുൻപൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെയോ അതല്ലെങ്കിൽ നമ്മൾ തലേന്നൊക്കെ രാത്രി ടൈമിലൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തേക്കാം, കുട്ടികൾക്കും തേക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.